എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് പെരുവാരം മഹാദേവ ക്ഷേത്രം. പുരാതനമായ ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ പരമേശ്വരനെയും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയെയും ഒറ്റ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. ഉപദേവതകളായി കന്നിമൂലയിൽ ഗണപതിയും വെളിയിൽ വടക്കുവശത്ത് പാലച്ചുവട്ടിൽ യക്ഷിയും തെക്കുവശത്ത് ധർമ്മശാസ്താവും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 മൈൽ കിഴക്കായി മന്നം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഉത്സവകാലത്തൊഴിച്ച് എല്ലാ ദിവസവും ശ്രീ മഹാദേവന് സഹസ്ര കുംഭാഭിഷേകം നടത്തപ്പെടുന്നുവെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. മിക്ക ദിവസങ്ങളിലും ക്ഷീരധാര, കളഭം തുടങ്ങിയ വഴിപാടുകളും നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തും പടിഞ്ഞാറുവശത്തും ഓരോ കുളം വീതമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം വേഴപ്പറമ്പ് മനക്കലിനാണ്. മേൽശാന്തി പുറപ്പെടാശാന്തിയാണ്. ചെറുവല്യാകുളങ്ങര വാര്യം, വയലിൽ വീട് എന്നിവിടത്തേക്കാണ് കാരായ്മ കഴകം. ആലുവ പറവൂർ സംസ്ഥാന പാതയിൽ മനക്കപ്പടി എന്ന സ്ഥലത്ത് വേഴപ്പറമ്പ് മന സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് പടിഞ്ഞാറായി മേൽശാന്തിയുടെ മഠവും വടക്കുവശത്തായി വയലിൻ വീടും 250 മീറ്റർ തെക്കു പടിഞ്ഞാറായി ചെറുവാല്യാകുളങ്ങര വാര്യവും സ്ഥിതി ചെയ്യുന്നു. പറവൂർ തമ്പുരാൻ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണ രീതിയും കൊത്തുപണികളുടെ ശൈലിയും നോക്കിയാൽ ഉദ്ദേശം 600-800 കൊല്ലത്തെ പഴക്കം ക്ഷേത്രത്തിന് കൽപ്പിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. പരശുരാമനാൽ സ്ഥാപിതമായ കേരളത്തിലെ 64 ഗ്രാമങ്ങളിലൊന്നായ പറവൂരിൻ്റെ ഗ്രാമക്ഷേത്രമാണ് പെരുവാരം. പറവൂർ തമ്പുരാൻ്റെ ഇഷ്ടദേവനായിരുന്നു പെരുവാരത്തപ്പൻ. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം പിഴുതെടുക്കുകയും എന്നാൽ അത് കൊണ്ടുപോകുവാൻ കഴിയാതെ അമ്പലത്തിൻ്റെ വടക്കുവശത്തുള്ള പുല്ലംകുളം എന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുവെന്നും പറയപ്പെടുന്നു. ടിപ്പു തകർത്ത പെരുംകുളങ്ങര കാവ് എന്ന കാവും ക്ഷേത്രത്തിനു വടക്കായി സ്ഥിതി ചെയ്യുന്നു. മന്നം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനും പെരുവാരം മഹാദേവ ക്ഷേത്രത്തിനുമിടയിലായി വാണിയക്കാട് ഉള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് കുന്നത്തമ്പലം. ഈ 3 ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒരു കഥ നിലവിലുണ്ട്. ഈ 3 ക്ഷേത്രങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പണി തീർക്കുവാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പെരുവാരം ക്ഷേത്രം പണിതീരുന്നതിനു മുമ്പായി നേരം വെളുത്തു പോവുകയും ചെയ്തു. പണിക്കാർ പണി തുടരാതെ നിർത്തിപ്പോയി. അതുകൊണ്ടാണത്രേ ഇപ്പോഴും എന്തെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണികൾ അവിടെ കാണുന്നത്. മന്നം, കുന്നം, പണിതീര, പെരുവാരം, ഈ രീതിയിലുള്ള ഒരു ചൊല്ലും 3 ക്ഷേത്രങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. ശിവനും പാർവതിയും ഒറ്റ ശ്രീകോവിലിൽ അനഭിമുഖമായിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. വക്യത്തിന് ഉദയനാപുരമെന്ന പോലെ പെരുവാരത്തപ്പന് കിഴക്കുവശത്തായി മന്നം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വർഷത്തിലൊരു ദിവസം മാത്രം മന്നത്തപ്പൻ തൻ്റെ അച്ഛനായ പെരുവാരത്തപ്പൻ്റെ തിരുവുത്സവത്തിന് എത്തിച്ചേരുന്ന അപൂർവ ചടങ്ങ്. വലിയ വിളക്ക് ദർശിക്കുവാനെത്തുന്ന മന്നത്തപ്പൻ വാദ്യമേളങ്ങളോടും തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളോടും താലവുമായി പെരുവാരത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് ഉത്സവത്തിൽ പങ്കാളിയാകുന്നു. കൊല്ലവർഷപ്രകാരം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ അവസാനം നടക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. ശ്രീ പരമേശ്വരൻ തൻ്റെ പരിവാരങ്ങളോടെ കുടികൊള്ളുന്നതിനാൽ പരിവാരം എന്നത് ലോപിച്ച് പെരുവാരം ആയതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പേരു തന്നെയാണ് സ്ഥലത്തിനും ഉള്ളത്. ഉത്സവകാലത്തൊഴിച്ച് എല്ലാ ദിവസവും ദേവന് സഹസ്ര കുംഭാഭിഷേകം നടത്തുന്നു. ദിവസവും ക്ഷീരധാരയും കളഭം തുടങ്ങിയ വഴിപാടുകളുമുണ്ട്. 1000 കുടം അഭിഷേകം വിശേഷ വഴിപാടാണ്. അസാധ്യ കാര്യങ്ങളും ഇവിടെ നിർമാല്യം തൊഴുത് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം. 41 നിർമാല്യ ദർശനം വിശേഷമാണ്. സ്വയംവരാർച്ചന വിവാഹം നടക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. 800-ലധികം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു. രാവിലെ 5 മണി മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയും ദർശനം നടത്താം. 7:30 ശനി, കണ്ടകശനി തുടങ്ങിയ ശനിദോഷങ്ങൾ ഇവിടെ ദർശനം നടത്തിയാൽ തീരുമെന്നാണ് വിശ്വാസം.